അതുപോലെ തീ കിടക്കുന്ന പാടില്ലേ, ഇത് കരി വെച്ച് വരച്ചൊന്നുമല്ല, ഇവന്മാര് വണ്ടിക്ക് അകത്തോട്ട് തള്ളി കയറി കുത്തിനെ പിടിച്ചപ്പോ കിട്ടിയത്. ഇതിന്റെ പിറ്റേ ദിവസം അടുത്ത വിഷ്വൽ ഇവിടെ കാണിക്കാം. അല്ല, വല്യച്ഛനെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കാൻ നോക്കിയത്, വല്യച്ഛനെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കാൻ നോക്കിയതിന് എല്ലാരും ഇവനെ മുതലെടുത്ത് റീച്ച് ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമുക്കും ചെയ്തുകൂടാ? നമുക്കും ചെയ്ത് നമുക്കും വരുമാനം ഉണ്ടാക്കാലോ. എല്ലാരും മുതലെടുക്കുമ്പോൾ വീട്ടിലുള്ള എനിക്ക് മുതലെടുക്കാണ്ട് പോകാൻ പറ്റുമോ? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഏറ്റവും വല്ല നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും കമന്റ് ചെയ്യുക, കുറഞ്ഞ പക്ഷേ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ഇട്ട് തരിക. കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ നമ്മുടെ പ്രശ്നേഷ് കുട്ടാപ്പിയുടെ പച്ചവീട്ടിൽ പ്രശ്നേഷ് കുട്ടാപ്പിയുടെ കഥയല്ലിത് ജീവിതം പാർട്ട് 1 അവതരിപ്പിച്ചായിരുന്നു. ഇപ്പൊ അതിന്റെ പാർട്ട് 2 വന്നിട്ടുണ്ട്. ഈ പാർട്ട് 2വിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ ആ വീഡിയോ ഉണ്ട്, അത് പിന്നെ പുറത്തുവിടാം, ഞങ്ങളുടെ ഈ വീഡിയോ ഉണ്ട്, അത് ഞങ്ങൾ പിന്നെ പുറത്തുവിടാം എന്നുള്ള പല പല കാര്യങ്ങൾ പുള്ളിക്കാരൻ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു സീരിയലായിട്ട് ഇനി രൂപാന്തരപ്പെടുത്തണമോ എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കറണ്ട് വന്നതിൻ്റെ ഒരു ഇതാട്ടോ, കാര്യമായിട്ട് എടുക്കണ്ട. അപ്പൊ ആദ്യം നമുക്ക് പുള്ളിക്കാരന് പറയാനുള്ളത് കേട്ടു തുടങ്ങാം. പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയണത്, എന്തിനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടന്റ് ആക്കണേന്ന്. ആക്ച്വലി ഞാനിപ്പോൾ ഒരു 1.5 മാസമായിട്ട് വീടിന് പുറത്താണ്. ഞങ്ങളിപ്പോൾ 1.5 മാസമായിട്ട് വീടിന് പുറത്താണ്. കാരണം വീട്ടിൽ നിന്ന് വീട്ടുകാർ ഇറക്കി വിട്ടതാണ്. പക്ഷേ നമ്മളത് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കിയില്ല. 1.5 മാസമായി ഓർക്കണേ. അപ്പൊ അത് 1.5 മാസം കഴിഞ്ഞപ്പോൾ കണ്ടന്റ് ആക്കാം. 1.5 മാസമാണല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കണ്ടന്റ് ആക്കാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇത് ഈ 1.5 മാസം കഴിഞ്ഞാലും 1.5 വർഷമായാലും 1.5 ദിവസമായാലും ഈ വിഷയത്തിനെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിട്ടത് താങ്കളാണ്. താങ്കൾ കുറച്ച് നാളുകൾക്ക് മുമ്പേ, ഈ 1.5 മാസത്തിന്റെ കഥ പറയുന്നുണ്ട് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ പ്രശ്നേഷെന്ന് നിങ്ങൾ വിളിക്കുമ്പോഴല്ല എനിക്ക് വിഷമം, നമുക്ക് വേണ്ടപ്പെട്ടവർ അവർക്ക് നമ്മളുടെ കൂടെ നിൽക്കാനുള്ള അർഹതയുണ്ടോ എന്ന് അറിഞ്ഞിട്ടല്ല നമ്മൾ അവരെ കൂടെ കൂട്ടിയത്. അവര് പ്രശ്നേഷ് വിളിക്കുമ്പോൾ പ്രശ്നം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രശ്നേഷായിട്ട് പ്രശ്നക്കാരനായിട്ട് നിങ്ങൾ വിളിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നതെന്നാണല്ലോ നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ അല്ലാട്ടാ, എന്നെ പ്രശ്നേഷായിട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആ വീഡിയോസിനൊക്കെ എന്റെ പ്രിയപ്പെട്ടവർ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ലൈഫിന്റെ ഭാഗമായിട്ട് കൂട്ടിയ ആൾക്കാർക്ക് നമ്മളോട് എന്തോ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ കിട്ടുന്ന ഒരു കുത്തുണ്ടല്ലോ, അതെനിക്ക് ഫീൽ ആകുമ്പോൾ ശരിക്കും അങ്ങ് സങ്കടം കണ്ടിട്ടുണ്ട്. വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പോലും എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ലൈഫിൽ പിടിച്ച് കയറ്റി നിർത്തിയേക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ അവർക്ക് അർഹതയുണ്ടോ നോക്കിയിട്ടല്ല കേട്ടോ, എനിക്ക് അവരോട് ഇഷ്ടമാണെന്നുള്ളതിന്റെ പേരിൽ മാത്രം ഞാൻ അവരുടെ ലൈഫിൽ ഭാഗമാക്കിയൊക്കെ കയറ്റി. അപ്പൊ അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പൈസ കൂടുമ്പോൾ മനുഷ്യർക്ക് കണക്ക് കുറച്ചിൽ കൂടും, അങ്ങനെ നിനക്ക് കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ വണ്ടിയിൽ ഡീസൽ അടിക്കാൻ പോലുള്ള പൈസ ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും പറ്റില്ല. കാരണം പൈസ ഉണ്ടാക്കണം എന്നൊരു മൈൻഡാണ്. നമ്മളെ ഒറ്റപ്പെടുത്താതെ നമ്മൾ ഒറ്റ കൊടുക്കാത്ത കുറച്ച് മനുഷ്യർ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ പൈസ ഉണ്ടാക്കി കാണിക്കണമെന്നൊരു വാശി വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ സീക്രട്ട്, ദിസ് ഈസ് മൈ ഡാർക്കസ്റ്റ് അഡിക്ഷൻ. മണി മേക്കിംഗ് ഈസ് മൈ അഡിക്ഷൻ. അതിനുശേഷം നിങ്ങൾ തന്നെയാണ് ഇപ്പൊ വന്നിട്ട് അനിയത്തി ഫോണിൽ കൂടെ കളുടെ ചെറുക്കന്മാരോട്ട് സല്ലപിക്കുകയാണ്. ഇവിടെ ഒരു പ്രേമം, അവിടെ ഒരു പ്രേമം, ഇവനെ കട്ട് ചെയ്ത് അവനെ. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിട്ടത് താങ്കൾ തന്നെയാണ്, സ്വന്തം കുടുംബമാണ് എന്നൊരു ബോധം ഉണ്ടാകാമായിരുന്നു. പിന്നെ താങ്കളുടെ കണ്ടന്റ്, താങ്കളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം താങ്കൾക്ക് ചെയ്യാം, നമ്മൾ അപരാധം പറയാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് പോലീസ് കേസ് കൊടുത്തു. അത് ഞാൻ അനിയത്തിയെ കൊല്ലാൻ നോക്കി, അവളുടെ സ്വർണ്ണം അടിച്ചു മാറ്റാൻ നോക്കി. അത് ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമ്മയുടെ അനിയത്തിനെ പേരിലോട്ട് എഴുതി മേടിച്ചു കൊടുത്ത സ്വർണ്ണം അടിച്ചു മാറ്റാൻ നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതായത് നമ്മൾ ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു കാര്യത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ദമ്പടിയാണ്. ദമ്പടി, അതായത് പുള്ളിക്കാരൻ ആ 7 ലക്ഷം രൂപ ഇവരുടെ വീടിന് മറ്റേ ഡെപ്പോസിറ്റ് അല്ല ഒറ്റയ്ക്ക് എടുത്തേക്കാണ്. അതിൽ ഒറ്റന്ന് ഇവിടെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അതിനകത്ത് 2.5 ലക്ഷം രൂപ ഇദ്ദേഹത്തിന്റെ, അത് വേണമെന്ന് പറഞ്ഞൊരു പ്രശ്നം. സ്വർണത്തിന്റെ പേര് പറയും മറ്റൊരു പ്രശ്നം. അനിയത്തിക്ക് വീട്ടിലെ കുടുംബചെലവിന് അനിയത്തിക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കണം, കോസ്മെറ്റിക്സ് ഐറ്റംസ് മേടിച്ചു കൊടുക്കണം എന്നുള്ള 3ാമത്തെ പ്രശ്നം. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളാണ്, അതായത് ദമ്പടി പ്രശ്നങ്ങളാണ് ഈ കുടുംബത്തിന്റെ പേരിലുണ്ടായത്. ഇത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഫോർച്യൂണറിനെ വെച്ച് കളിയാക്കുന്ന ആ കുടുംബത്തിൽ നോക്കിയാലും സാമ്പത്തികത്തിന്റെ പേരിൽ തന്നെയാണ് അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സോ നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഫോർച്യൂണറോ ആ കാറോ ആ വിദേശയാത്രയോ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അഭിനന്ദനങ്ങൾ. ബാക്കി പറ. ഉപയോഗിച്ചില്ല. നമ്മുടെ ആകെയുള്ള ഒരു ടൂൾ സോഷ്യൽ മീഡിയ ആണ്. അല്ലാതെ ആൾബലോ അവരുടെ പോലെ ആൾബലോ നാട്ടുകാരുടെ ബലോ പാർട്ടിക്കാരുടെ ബലോ ഒന്നുമില്ല. അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഗുണ്ടകളും ഗുണ്ടച്ചികളും നമ്മളെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഗുണ്ടച്ചികളോ? നീ എന്നെ തട്ടണ്ട. ഗുണ്ടച്ചി എന്ന് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല, വേറെ ഒന്നുമല്ല പറയുന്നത്. എന്താ എന്നാ പുള്ളിക്കാരി തട്ടിയില്ലല്ലോ, ഒന്നുകൂടെ കാണാം. പുള്ളിക്കാരി തട്ടിയൊന്നും അറിയണം, എനിക്ക് തട്ടിയൊന്നും അറിയണം. ഞാൻ പറഞ്ഞില്ലേ ഗുണ്ടകളും ഗുണ്ടച്ചികളും നമ്മളെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. നീ എന്നെ തട്ടണ്ട. ഗുണ്ടച്ചി എന്ന് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല, വേറെ ഒന്നുമല്ല പറയുന്നത്. എന്താ ഗുണ്ടയും ഗുണ്ടച്ചിയായിട്ട് എന്ത് വ്യത്യാസം? ഗുണ്ടയും ഗുണ്ടച്ചിയും അല്ലാതെ അവളെ പിന്നെ എന്നെ വിളിക്കണ്ട അങ്ങനെ പറഞ്ഞപ്പോ എന്താ പ്രശ്നം? ഗുണ്ടി എന്ന് പറയുന്നത് ഗുണ്ടച്ചി എന്ന് പറഞ്ഞിട്ട് എന്ത് വ്യത്യാസം?
എന്റെ പൊന്നു കുഞ്ഞ്, അവൻ ആര് പറയുന്നതും കേൾക്കത്തില്ല. ഈ പെങ്കൊച്ച് അവനെ തട്ടിയോന്ന് എനിക്ക് വലിയ ഉറപ്പില്ല കേട്ടോ. അങ്ങനെ തട്ടിയ തരത്തിലുള്ള ഒരു ഹാൻഡ് മൂവ്മെന്റ് ഒന്നും ഞാൻ കണ്ടില്ല. ഇനി ഈ പുള്ളിക്കാരെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ മിടുക്കനാണ്. ഇതിവര് ഒത്തുചേർന്ന് കളിച്ചൊരു കളിയാണെങ്കിൽ എന്റെ പൊന്നളിയ ഓസ്കാർ അവാർഡ് എടുത്ത് നമ്മൾ കയ്യിലോട്ടങ്ങ് വെച്ചേരും. അതുകൊണ്ടങ്ങ് പൊക്കോണം. അങ്ങനത്തെ ഒരു ഒത്തുകളിയാണ് ഇതെന്നുണ്ടെങ്കിൽ ഏതായാലും സ്വാഭാവികമായിട്ട് ഇത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് തന്നെയായിരിക്കും ഇത് ചെയ്തത്. ഇതിനകത്ത് അവരുടെ ഒരു പ്ലാൻഡ് ഐറ്റം ആയിരിക്കാം, മറ്റേ ഉണ്ടത്രേ പറയുന്ന പോലെ. ഏതായാലും ഗുണ്ടി എന്ന് പറയാം, ഗുണ്ടച്ചി എന്ന് പറഞ്ഞുകൂടാ. ഈ ഗുണ്ടച്ചി എന്ന് പറഞ്ഞാൽ തടിയുള്ളത്, അങ്ങനെ ഇനി ഇവർക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ഈ ഗുണ്ടച്ചി എന്ന് വിളിക്കുന്ന പുള്ളിക്കാർക്ക് ഇഷ്ടമില്ലാതെ ഇവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല. അത് അവരുടെ ഇന്റേണൽ മാറ്റേഴ്സ് ആണ്. അതിനെ ഇദ്ദേഹം ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. അതോ ഇനി ട്രിഗറിങ് മെക്കാനിസം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. ബാക്കി പറ. ഗുണ്ടച്ചി എന്നല്ല പറഞ്ഞു, വേറെ ഒന്നല്ല പറഞ്ഞു. പിന്നെ നിന്നെ ഓടിക്കാൻ വന്നവനെ ഞാൻ പിന്നെ എന്നാ വിളിക്കേണ്ടവളാ? അങ്ങനെ പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ നാട്ടുകാർ ഭയങ്കര മാന്യരാണെന്നൊക്കെ എന്റെ അനിയത്തി പറയുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഉള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഈ വണ്ടിക്ക് അകത്തോട്ട് പുറകില ഈ സൈഡിലെ പുറകിലെ ഡോറ് വലിച്ചു തുറന്നിട്ട് വണ്ടിക്ക് അകത്തോട്ട് ഓരോരുത്തരൊക്കെ കൈയിടുന്നതിന്റെ ഒക്കെ വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട്. അതൊക്കെ ഞാൻ പുറത്താക്കാം. അവന്റെ വായിന്ന് വന്ന നല്ല ശുദ്ധമായിട്ടുള്ള തെറികളും ഒക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കുടുംബം നോക്കി ജീവിക്കുന്ന നാട്ടുകാര്, നല്ലവരായ നാട്ടുകാര്. അപ്പൊ പോലീസ് കേസ് നിന്നവർ, അതായത് ഇവരിനി മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട് അവരുടെ വീട്ടുകാർ, അതായത് അമ്മയും അനിയത്തിയും ഇദ്ദേഹത്തിനെ കുറെ ഗുണ്ടകളുമായിട്ട് വന്നു എന്ന് പറയുന്നത് എന്റെ സുഹൃത്തുക്കളാണ് ഗുണ്ടകൾ. പക്ഷെ ഇവരെ എതിർത്തത് നാട്ടുകാരും അനിയത്തിയും ഗുണ്ടകളും ഗുണ്ടച്ചികളും. അവര് നിങ്ങളെ ഗുണ്ടാന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ ഗുണ്ടാന്ന് പറയുമ്പോൾ ഇതിപ്പോ ശരിക്കും രണ്ടും ഗുണ്ടകളാണോ? അതോ എന്താണിത്? നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്, അവര് പറയുന്നത് അവരുടെ നാട്ടുകാരാണെന്ന്. ഇതിപ്പോ ശരിക്കും എല്ലാം ഗുണ്ടകളാന്ന് തോന്നുന്നു. ബാക്കി പറഞ്ഞു ാണ് ഈ കൊട്ടേഷൻ കൊടുത്തത്. പക്ഷെ ഇവക്ക് ടിടി കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉപദ്രവം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ എന്റെ വണ്ടി എന്റെ കൂട്ടുകാർ വണ്ടിയിലുണ്ടായിരുന്നു. ഏതോ 2 ചെറുക്കന്മാരായിട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ, അറിയാത്ത പോലെ അവർ ഇതുവരെ കണ്ടിട്ടുമില്ല. അങ്ങനെയാണ് എന്റെ അറിയത്തില്ല സോഷ്യൽ മീഡിയയിൽ പറഞ്ഞേക്കുന്നത്. ഏതോ 2 ചെറുക്കന്മാരായിട്ട് വന്നു. ഈ 2 ചെറുക്കന്മാര് എന്റെ അനിയത്തിയുടെ കൂടെ വരെ ഇരുന്ന്, അതായത് എന്റെ അനിയത്തിയും ഞാനും ഇവളും എന്റെ അമ്മയും ഒക്കെ കൂടി ഇരുന്ന് അതിന്റെ അകത്ത്, അതായത് എന്റെ കൂട്ടുകാരന്മാരുടെ ഫാമിലിയിൽ ആരിലൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരനും അവന്റെ വൈഫും വേറെ കുറച്ച് കൂട്ടുകാരന്മാര്, അതുപോലെ ഞാൻ, ഇവള്, അമ്മ, ചിഞ്ചു എല്ലാരും കൂടെ ഇരുന്ന് മദ്യം വരെ കുടിച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് ചിഞ്ചു ഉൾപ്പെടെയില്ലേ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സാധനം നമ്മൾ ടച്ചിങ്സ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് പരിചയമുള്ള, മാത്രമല്ല വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും കൂട്ടുകാരും കൂട്ടുകാരാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് അവര് നോക്കുമ്പോഴത്തേന് ഇവരുടെ കൂടെയുള്ള ഗുണ്ടന്മാര്, ഈ ഗുണ്ടന്മാരും ഈ അനിയത്തിയൊക്കെ ഗുണ്ടി എന്നാണല്ലോ വിളിച്ചത്. അപ്പൊ ഈ ഗുണ്ടന്മാരും ഗുണ്ടിമാരും കൂടി ഇരുന്നിട്ട് 2 പെഗ്ഗൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇദ്ദേഹം എപ്പോഴോ ഇദ്ദേഹത്തിന്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് നോ ആൽക്കഹോൾ മാരേജ്, നോ ഗോൾഡ് മാരേജ് എന്നൊക്കെ പറഞ്ഞു എന്ന് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. ഉള്ളതാണോ എന്താണോ എന്തോ. അപ്പൊ ഇവര് ഒരു കുടുംബസമേതം ഇരുന്ന് 2 പെഗ്ഗൊക്കെ വിടുന്ന ഫാമിലിയാണ്. തെറ്റൊന്നുമല്ല, നല്ല കാര്യം, അത് നല്ലതാണ്. ലീഗലായിട്ടുള്ള അവന്മാരുടെ രീതിയിലുള്ള ഊച്ചാളി പരിപാടിയല്ല, ആൾക്കൂട്ടത്തിൽ ഉണ്ടാക്കുന്ന പരിപാടി നമുക്കറിയത്തില്ല. നമുക്ക് അടിപൊളിയായിട്ട് നേരിട്ട് കൊടുക്കാനുള്ള പരിപാടി അറിയാവുള്ളൂ. ലീഗലായിട്ട് അതേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ആയി. അപ്പൊ എന്റെ കൺസെപ്റ്റിൽ, എന്റെ മൈൻഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പോലീസ് കേസ് ഇവര് കള്ളപ്പരാതി കൊടുത്ത് നമ്മൾ ഒതുക്കാൻ നോക്കിയിട്ടും നമ്മള് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പ്രശ്നേഷ് ആവാണ്ടിരുന്നപ്പോ ആൾക്കാർക്ക് നീ പ്രശ്നേഷും കൂടെ അല്ലടാ എന്ന രീതിയിലാണ് ആൾക്കാർ വന്നത്. അതായത് അവിടെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇദ്ദേഹം പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്ന സാഹചര്യത്തിൽ പോലും ആൾക്കാർ നീ പ്രശ്നേഷല്ലേഠ എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ നെഞ്ചത്തോട്ട് കയറി എന്നാണ് പറയുന്നത്. ഈ പ്രശ്നേഷല്ലേഠ എന്നും പറഞ്ഞിട്ട് താങ്കളുടെ നെഞ്ചത്തോട്ട് കയറാനുള്ള സാധ്യതകൾ തുറന്നിട്ട് കൊടുത്തത് താങ്കൾ തന്നെയല്ലേ? അതായത് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വന്നിരുന്നിട്ട് കാണുന്ന വിഷയങ്ങളിലെല്ലാം പ്രശ്നമുണ്ടാക്കി. തുണിയെടുക്കാൻ പോയി, അവിടുത്തെ സ്റ്റാഫ് മോശമായിട്ട് മാറി. ഫുഡ് കഴിക്കാൻ പോയി, അവിടുത്തെ എണ്ണ പന്നലാണ്. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് അവൻ അങ്ങനെ ചെയ്ത്, ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവൻ ഇങ്ങനെ ചെയ്ത്, ഇതാണ്ട് ബോർഡ് കണ്ട് അത് അഴുക്കായിട്ട് കിടക്കുന്നത്, അതാണ്ട് ഹോട്ടലിൽ പോയി അത് അഴുക്കായിട്ട് കിടക്കുന്നത്, റോഡിൽ കൂടെ പോകുന്നു, ഈ റോഡൊന്നും ശരിയായിട്ടില്ല. ഇങ്ങനെ സകലമാനം കുറ്റം പറഞ്ഞ് നടന്നുകൊണ്ട് നമ്മളെ പ്രശ്നേഷ് എന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ടു. ഈ പേര് നിങ്ങൾക്ക് മാറ്റാനുള്ള സമയം ഉണ്ടായിട്ട് നിങ്ങളത് മാറ്റാനായിട്ടുള്ള ഒരു ഇത് നിങ്ങൾ കാണിച്ചില്ല. അപ്പൊ ഈ പ്രശ്നേഷ് എന്നുള്ള പേര് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. ഇനി നിങ്ങളുടെ സൈഡിലാണ് ന്യായമെങ്കിൽ പോലും നിങ്ങൾ ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങൾ കൊണ്ട് കാണുന്ന ജനങ്ങൾക്ക് നിങ്ങൾ ഈ ചെയ്യുന്നത് സ്ക്രിപ്റ്റഡ് ആണോ ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. നിങ്ങൾ ഇന്ന് തലയും കുത്തി നിന്നാലും നിങ്ങളെ എതിർക്കാൻ ആളുകളുണ്ടാകും. അതിന്റെ കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി വെച്ച നെഗറ്റീവാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി തെറ്റൊന്നുമില്ല, പക്ഷേ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുത്തിട്ട് ജനപിന്തുണ കിട്ടുന്ന തരത്തിലേക്ക് നമുക്കതിനെ മാറ്റാൻ സാധിക്കണം. മാറ്റാൻ സാധിച്ചില്ല ഇങ്ങനെ പല കാര്യങ്ങളും ഇരിക്കും. ഇപ്പോൾ ഒരാളുണ്ടല്ലോ ഡാൻസ് കളിച്ച് നിനക്കൊക്കെ
ഞാൻ ചാടുത്തുള്ളൂടാ, നിന്റെ പേരെന്താ കിങ്ങരനോടാ എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന നെഗറ്റീവ് ഉണ്ടാക്കി നെഗറ്റീവ് ഫെയിമിലൂടെ പോകുന്നവർ ചിന്തിച്ചോളൂ. നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്ന പട്ടി പോലും കാണില്ല. ഈ ഗതിയായിരിക്കും. ഇത് ഞാൻ അവരുടെ വീഡിയോ ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബാക്കി പറ. ഈ പ്രശ്നത്തിന്റെ വൈഫ് ലേഡി എന്ന രീതിയിലാണ് ആൾക്കാർ വന്നത്. അതുപോലെ എന്റെ വീട്ടുകാർ കൊട്ടേഷൻ കൊടുത്തതിന്റെ ബാക്കപ്പിൽ ഇവളെ ഇരിക്കാൻ വരെയാണ് ആൾക്കാർ വന്നത്. പെണ്ണുങ്ങൾ വരെ വന്നത്. പിടിച്ച് ആർക്കും അതിന്റെ ഇടയ്ക്ക് വലിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല വേദന ഉണ്ട്. അപാലമൊക്കെ ഒരു പുള വെക്കാൻ വരെയായിരുന്നോ കയ്യെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പെൺപിള്ളേരുടെ? പെണ്ണാണെങ്കിൽ നമുക്ക് ആ ഒരു നിയമ ഇത് കിട്ടത്തില്ല കേട്ടോ. ആണാണെങ്കിൽ ഒന്ന് പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തീ കിടക്കുന്ന പാടില്ലേ, ഇത് കരി വെച്ച് വരച്ചൊന്നുമല്ല. ഇവന്മാര് വണ്ടിക്ക് അകത്തോട്ട് തള്ളിക്കേറി കുത്തിനെ പിടിച്ചപ്പോ കിട്ടിയത്. ഇതിന്റെ പിറ്റേ ദിവസം അടുത്ത വിഷ്വൽ ഇവിടെ കാണിക്കാം. അത് സൈഡിൽ വല്ലതും കാണിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ശരിക്കും ഇവരവിടെ മതിൽ ചാടിച്ചെന്നൊന്നും അവിടെ അതൊരു സംഘർഷാവസ്ഥ ഉണ്ടായെന്നും ഇവർ തമ്മിലുള്ള ബഹളങ്ങൾ ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യമായി. ആ ബഹളം ഉണ്ടാക്കിയ സമയത്ത് ഇവർ തമ്മിലുള്ള ഉന്തും തള്ളിന്റെ ഭാഗമായിട്ട് ശരീരഭാഗങ്ങളിൽ മുറിവുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ പ്രശ്നങ്ങളെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിട്ടതേ തെറ്റെന്ന് കാണുന്ന ജനങ്ങൾ പറയുന്നുള്ളൂ. താങ്കളുടെ കമന്റ് ബോക്സിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്ക് എതിരെയാണ് ഗാലറി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് സപ്പോർട്ട് ഇല്ല എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. എന്നാൽ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അവരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ പറയുന്ന യാഥാർത്ഥ്യമാണോ നമുക്കറിയത്തില്ല. ഇത് ശരിക്കും നിങ്ങൾ ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് ഇവരുടെ വീഡിയോയുടെ 2ാം ഭാഗമാണിത്. ഈ 2ാം ഭാഗത്തിലും പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ സാധനങ്ങൾ തന്നെ ഇച്ചിരി കൂടെ ഒന്ന് ക്രോഡീകരിച്ചൊന്ന് പൊടി തട്ടി വീണ്ടും ഇതിനകത്തോട്ട് ഇച്ചിരി കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു. ഇനിയും കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്, കൂടുതൽ ഫോട്ടോസ് വരുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡിനുള്ള ഒരു തുടരും സിമ്പിൾ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു കണ്ടന്റ് മാത്രമാണെന്നല്ലേ കാണുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇദ്ദേഹത്തിന് കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇദ്ദേഹം അനിയത്തെ കുറ്റം പറഞ്ഞ് അമ്മയെ കുറ്റം പറഞ്ഞ് ചെയ്ത വീഡിയോക്കകത്ത് ഇൻസ്റ്റാഗ്രാമിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സാഡ് BGM, യൂട്യൂബിൽ അതില്ല. യൂട്യൂബിൽ സാഡ് BGM ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ കണ്ടന്റിന് വേണ്ടി ആ ഒരു വീഡിയോ തന്നെ 2 തവണ എഡിറ്റ് ചെയ്ത് അദ്ദേഹം ഇട്ടു. ഇദ്ദേഹം കണ്ടന്റ് മൈൻഡർ ആണ്. ഇദ്ദേഹം ഒരു പൈസ ഓറിയന്റഡ് ആണ്. ഇദ്ദേഹത്തിന്റെ ചിന്താഗതികളെല്ലാം പോകുന്നത് ഇതിൽ നിന്നും ഉണ്ടാകും. ഇവർ ഫേസ്ബുക്കിൽ ഈ വീഡിയോ ഇട്ടുന്നത് ഫേസ്ബുക്കിലാണ് റീച്ച് ഉള്ളത്. അതുപോലെ എന്റെ വണ്ടിയിൽ പാടുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. അതൊക്കെ നമ്മള് ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കുവേ, പറയേണ്ട സ്ഥലത്ത് പറയുവേ. ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കണം, പറയേണ്ട സ്ഥലത്ത് പറയണം. ബാക്കി പറ. കുടുംബം നോക്കി ജീവിക്കുന്ന നാട്ടുകാരാണ് മാന്യന്മാരാണെന്ന്. എടി എന്റെ അനുജോടാണ്, എടി നീ ഉൾപ്പെടെ അടങ്ങുന്ന കുടുംബം ഇന്നേ വരെ അച്ഛൻ 2019 ഉപേക്ഷിച്ചിട്ട് പോയപ്പോ അന്ന് തൊട്ട് ഈ 2025 വരെ അന്തസ്സായിട്ട് പണിയെടുത്ത് കുടുംബം നോക്കിയ ഞാൻ മാന്യനല്ലേ? എന്നെക്കാളും മാന്യനാണ് നിനക്ക് അവന്മാരൊക്കെ. അവന്മാരെ നിനക്ക് ഒരു ദിവസം അന്നം തന്നിട്ടുണ്ടാ? അവന്മാർ ഒരു ദിവസത്തെ അന്നം തന്നിട്ടുണ്ടോ? അതായത് ഈ പുള്ളിക്കാരിൽ എനിക്ക് അഭിമാനം തോന്നി, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ ചെയ്ത നല്ല കാര്യം എന്ന് തോന്നിയ ഒരു സാധനം, ഇദ്ദേഹത്തിന്റെ ഫാദർ ഇട്ടിട്ട് പോയ സമയത്ത് ഇദ്ദേഹം ആ കുടുംബത്തിന്റെ നെടുന്തൂണായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയോ ആ കുടുംബത്തിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു. ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കാര്യമാണ്. എത്ര മക്കൾ ഇങ്ങനൊന്നും ചെയ്യുമെന്നറിയില്ല. പക്ഷേ ഞാൻ അവൾക്ക് ഫുഡ് മേടിച്ച് കൊടുത്തു, അന്നം കൊടുത്തിട്ട് ഞാൻ നിനക്ക് അന്നം മേടിച്ച് തന്നില്ലേടി, ഞാൻ നിനക്ക് ഡ്രസ്സ് മേടിച്ച് തന്നില്ലേടി, ഞാൻ കുടുംബം നോക്കിയില്ലേടി, കടപ്പാട് വേണമടി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോഴത്തേനും അപ്പൊ അങ്ങനെ നമ്മൾ കടപ്പാടിന്റെ കണക്ക് പറയാനാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു കടപ്പാട് ചെയ്യാതിരിക്കുന്നതായിരുന്നു നല്ലത്. അല്ലാതെ വീട് നോക്കിയ മാന്യന്മാർ എന്ന് ഈ എന്തൊക്കെ വന്നിട്ട് തെറി പറയാൻ വന്നവന്മാരെ കുറിച്ച് നീ വലിയ ന്യായം പറയണ്ട. അവന്മാർ എന്തൊക്കെ തരുമെന്ന് പറഞ്ഞാലും എത്രയൊക്കെ സപ്പോർട്ട് തരുമെന്നൊക്കെ പറഞ്ഞാലും നാളെ അവന്മാർക്ക് അവസരം വരുമ്പോ നിന്നെയും അമ്മച്ചിയെ ഒക്കെ നല്ല രീതിയിൽ മുതലെടുക്കാനേ നോക്കുള്ളൂ. എല്ലാവരും അങ്ങനല്ലേ മോനെ? മോൻ ആരെയൊക്കെ മുതലെടുത്തേക്കുന്നു? മോൻ കണ്ടവരെല്ലാം മുതലെടുത്തില്ലയോ? മോനെ ഞങ്ങളൊക്കെ മുതലെടുത്തില്ലയോ? ഇതൊരു മുതലെടുപ്പിന്റെ സമൂഹമാണ്. ഇവിടെ പലരും മുതലെടുക്കും. ഇനിയും മോൻ വീഡിയോ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും മുതലെടുക്കത്തില്ലേ? ഇനി ഞങ്ങളെ മുതലെടുക്കുക, ഇപ്പൊ എന്നെ എടുക്കത്തില്ല, വലിയ റീച്ച് ഉള്ളവരെ മുതലെടുക്കുക ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ മോൻ മുതലെടുക്കത്തില്ലേ? എല്ലാവരുടെയും ഫൈനൽ ലക്ഷ്യം എന്ന് പറയുന്നത് ദമ്പടി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇട്ടുകൊടുത്ത വിത്താണ്, നമ്മൾ പാകി കൊടുത്തതാണ്. ഒന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിലേക്ക് ഈ വിഷയം വലിച്ചിട്ടത് നിങ്ങളാണ്, അവരല്ല എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 2ാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേനും 2ാമത്തെ ഒരു കാര്യമില്ല, ബാക്കിയാണ്. നോക്കി കണ്ടൊക്കെ നിൽക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ ഇത്രയും കാലം ഒരു പട്ടിയെ പോലെ നിങ്ങൾക്ക് വേണ്ടി എന്റെ ആരോഗ്യവും ആയുസും എന്റെ കുടുംബജീവിതം വരെ മറന്ന് ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്പേസ് ഒക്കെ നിങ്ങൾ തന്നെ വേണ്ടെന്ന് വെച്ച് എന്നെ ചവിട്ടി പുറത്താക്കി. നിങ്ങൾ എന്നെ ചവിട്ടി വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാൻ ലീസിന് എടുത്തു തന്ന വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. ആ വീടിന് ഞാൻ ലീസിന് എടുത്ത് തന്ന വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കി. വീട് ലീസിന് എടുക്കാനായിട്ട് 7 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ അമ്മയുടേത്, 2.5 ലക്ഷം രൂപ എന്റേത്. പക്ഷെ ഞാൻ ലീസിനെടുത്ത വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക്. ഇതിലിപ്പോൾ ആരാണ് കണക്ക് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എൻ്റെ 2.5 ലക്ഷം രൂപ റിലീസ് ചെയ്യാനായിട്ട് പൈസ ചോദിച്ചു, എൻ്റെ 2.5 ലക്ഷം രൂപ റിലീസ് ചെയ്യാനായിട്ട് ഗോൾഡ് എടുത്ത് വിൽക്കാൻ പറഞ്ഞു. ഇതിലിപ്പോൾ ശരിക്കും ആരാണ് കണക്ക് പറയുന്നത്? അവരാണോ നിങ്ങളാണോ? അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തൊന്നുമില്ല കേട്ടോ. ഞാൻ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തില്ല. രണ്ടും ഒന്നിനൊന്നും മെച്ചമാണ്. അതിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പറയാം. അവര് പറഞ്ഞതുപോലെ വാഗ്ദാനം ചെയ്ത പോലെ മറ്റേ ചുറ്റുമതിലൊന്നും സെറ്റ് ചെയ്യാഞ്ഞപ്പോൾ ഞാനാണ് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പ്രശ്നമായത് എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാ. അമ്മച്ചി എന്റെ വലിയച്ഛൻ തെറി പറയുന്നതിന്റെ പേരില്ല. വലിയച്ഛനെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കാൻ നോക്കിയത്. വലിയച്ഛനെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കാൻ നോക്കിയതിന് എന്നുവെച്ചാ
അമ്മയെ ഡിഫെൻഡ് ചെയ്ത് ഇറക്കാൻ നോക്കിയത്. അപ്പം വലിച്ചനും മോനും കൂടെ നടുവിൽ കുത്തി തന്നെ ഉറക്കാൻ നോക്കി. അപ്പൊ അവിടെ ഞാൻ പ്രശ്നശായത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ. അതെ, പ്രശ്നശേഷം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ കാണിച്ചു കൊടുത്ത മാതൃക എന്താണ്? വല്യച്ഛനെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി. ആ ആട്ടിയിറക്കലിന്റെ, അതായത് നമ്മൾ അദ്ദേഹത്തിന് ചെയ്തതിന്റെ കർമ്മത്തിന്റെ ഫലമാണ് നമ്മളിലേക്ക് കിട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഒരാൾക്ക് ചെയ്ത ദ്രോഹം, ആ ദ്രോഹം അവരിലൂടെ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേർന്നു എന്ന് ചിന്തിച്ചാൽ മതി. പകുതി ഇത് ഈ നിങ്ങൾക്ക് വന്ന വിഷയങ്ങളിൽ സത്യമാണെങ്കിൽ ഒരു 95% നിങ്ങൾ സ്വമേധയാ ഇറക്കി വെച്ചാണ് സ്വന്തം അപ്പൂപ്പനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പോലും. ഇനി ഈ കുടുംബത്തിലുള്ള ഒരാളെ നമുക്ക് നമ്പാൻ കൊള്ളൂല്ല എന്ന് പറയാനുള്ള കാരണം, കുറച്ച് നാളുകൾക്ക് മുമ്പേ, കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒക്ടോബർ മാസം 2024 ഇദ്ദേഹത്തിന്റെ അനിയത്തി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യണോ പുള്ളിക്കാരനെ എതിർക്കുകയാണോ എന്ന് തമ്പുരാൻ അറിയാം. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം, നിങ്ങൾ കണ്ടോ. ഇവനെ കൊണ്ട് മടുത്ത്. എത്ര ട്രോള് വരും വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ ചെയ്യും. ശരിക്കും ഇവനെ കൊണ്ട് മടുത്ത്. റഫായിട്ട് ഉപയോഗിച്ച് ഇത് മുഴുവനും പാടുകളാണ്. ഇത് കണ്ടില്ലേ, കുറച്ച് നമ്മളിങ്ങനെ ഉരച്ചെടുക്കുമ്പോ തന്നെ എന്തോരം തരിയാ വരുന്നതെന്ന് നോക്കിയേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ കുറ്റം എന്ന് വെച്ചാൽ കട്ടിംഗ് ബോർഡിനാണ്. നമുക്ക് ബാക്കി നോക്കാം. ജസ്റ്റ് ഒറ്റവട്ടം ഒന്ന് സ്ക്രാച്ച് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ തരികളാണ് ഇപ്പൊ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ ഒക്കെ നമ്മൾ എത്രത്തോളം തരികളായിരിക്കും നമ്മുടെ ഫുഡിന്റെ കൂടി കലർത്തുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇതിപ്പോ തടി ആയതുകൊണ്ട് മേ ബി നമുക്ക് വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കത്തില്ല. പക്ഷേ ഒരു പ്ലാസ്റ്റിക്കിന്റെയോ അല്ലെങ്കിൽ ഒരു ഫൈബറിന്റെയോ കട്ടിംഗ് ബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇത് നമ്മുടെ ഉള്ളിലോട്ട് പോയിട്ട്, അതായത് മൈക്രോ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കയറിയിട്ട് ലോങ് ടൈമിലേക്ക് വലിയ വലിയ അസുഖങ്ങളായിരിക്കും നമുക്കൊക്കെ ഉണ്ടാകുന്നതെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇവൻ പറഞ്ഞത് പോയിന്റാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അത് കേൾക്കാനല്ലോ, കുറ്റം കണ്ടുപിടിക്കാനല്ലേ, അല്ലേ ചേട്ടന്മാരെ? ആക്ച്വലി ഇതുപോലെ ഒരു വുഡൻ കട്ടിംഗ് ബോർഡിന്റെ കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഓരോ യൂസ് കഴിയുമ്പോഴും ഇച്ചിരിയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ കഴുകി അത് ഉണക്കി കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആയിട്ട് മോൾഡോ ഫംഗസോ പിടിക്കാണ്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടിംഗ് ബോർഡിൽ നിന്ന് ഉണ്ടാകുന്ന മോൾഡ് മതി നമുക്ക് വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും അലർജിയൊക്കെ ഉണ്ടാവാനായിട്ട്. ഓ, ഇതിപ്പോ ഇവൻ പറഞ്ഞിട്ടാണ് നമ്മൾ അറിയാൻ. നമുക്ക് എന്തായാലും അറിയത്തില്ലേ പ്ലാസ്റ്റിക് ആകുമ്പോൾ മൈക്രോ പ്ലാസ്റ്റിക് ഉള്ളിൽ പോകുന്നു. ഇതിന് ഇവൻ പറഞ്ഞിട്ടാണായിരിക്കല്ലേ നമുക്ക് അറിയാനായിട്ട്. അപ്പൊ സംഭവം സിമ്പിൾ ആണ്. എല്ലാവരും ഇവനെ മുതലെടുത്ത് റീച്ച് ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമുക്കും ചെയ്തുകൂടാ? നമുക്കും ചെയ്ത് നമുക്കും വരുമാനം ഉണ്ടാക്കാമല്ലോ. എല്ലാവരും മുതലെടുക്കുമ്പോൾ വീട്ടിലുള്ള എനിക്ക് മുതലെടുക്കാണ്ട് പോകാൻ പറ്റുമോ? മുതലെടുക്കണ്ടേ? അത്രേ ഉള്ളൂ. മുതലെടുക്കണം, അത്രേ ഉള്ളൂ. ആ മുതലെടുപ്പാണോ ഇപ്പൊ നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കണ്ടു നിൽക്കുന്ന കേരള സമൂഹത്തിന്റെ സംശയം എന്ന് പറയുന്നത്. മുതലെടുത്തോ, എല്ലാവരും എടുത്തോട്ടെ. ചെണ്ടയല്ലേ അവൻ, അവനെ കയറി കൊട്ടെല്ലാവരും. അവൻ കൊട്ടുകൊള്ളാൻ അവർ റെഡിയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? ഏതായാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും റീച്ചിലേക്ക് വരട്ടെ. എത്രയും പെട്ടെന്ന് പുതിയ ചാനലൊക്കെ ആയിട്ട് വരും. എല്ലാവരും ബമ്പർ റീച്ചിലേക്ക് പോട്ടെ. ഫോർച്യൂണറുകൾ വരട്ടെ. പുതിയ ഈ ലീസിനെടുത്ത് വീടൊക്കെ വിട്ട് സ്വന്തം വീടുകൾ വാങ്ങട്ടെ. ആഹ്ലാദിപ്പിൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. മറ്റൊരു ആയിട്ടാണ് വരാം.